Hi friends, welcome to my channel Disha Malayali YouTube. അപ്പോൾ നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ കുറച്ച് തിരക്കായി പോയിട്ടോ. ഐ എം റിയലി സോറി. അപ്പോൾ ആരും വിഷമിക്കേണ്ട. ഇന്ന് ഞാനൊരു കിടിലം സ്കിൻ കെയർ റുട്ടീനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 100% നാച്ചുറലാണ്. പിന്നെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ എടുത്തിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഞാൻ ഇതിൽ നിങ്ങൾക്ക് 2 DIYs കിടിലം 2 DIYs പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഒരു DIY ടോണറും രണ്ടാമത്തത് ഒരു DIY സെറവുമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്, നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ഒരു ഡേ ക്രീം അല്ലേ. അപ്പോൾ ഇത് ഒരു കിടിലം DIY സീറോ ആണ്. നിങ്ങൾക്ക് ഇത് ഡെയിലി നിങ്ങളുടെ ഫേസിൽ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു DIY ടോണറും ഉണ്ട്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് എല്ലാ ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രോ തന്നെ ഒരുപാട് വലിച്ചു നീട്ടണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കൊച്ചു ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ചെറിയ എണ്ണമയവും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മുഖം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് വാഷ് വേണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാണുമല്ലോ ചെറുപയർ. അപ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് നല്ല വൃത്തിയുള്ള ഒരു കണ്ടെയ്നറിനകത്തിട്ട് അടച്ച് സൂക്ഷിക്കും. ഇത് നമ്മുടെ ബാത്റൂമിൽ തന്നെ നമുക്ക് വെച്ചിരിക്കാം. നമുക്കിത് ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ച് ഇത് ഫേസിലൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കഴുകി കളയുകയാണെങ്കിൽ മുഖത്തെ എണ്ണമയവും അഴുക്കും എല്ലാം പോയി നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവും. അപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട. ഇതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ സ്കിൻ കെയർ റുട്ടീൻസിലൊക്കെ, പഴയ സ്കിൻ കെയർ റുട്ടീനിലൊക്കെ നിങ്ങൾ ഫേസ് വാഷ് കണ്ടിട്ടുണ്ടാവും, DIY ഫേസ് വാഷ്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറുപയറിൻ്റെ പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രീൻ ടീ വാട്ടർ എടുത്തിട്ടുണ്ട്. അതായത് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഗ്രീൻ ടീ ലീവ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, പിന്നെ അത് അരിച്ചെടുക്കുക. സെക്കൻഡ് നമുക്ക് വേണ്ടത് കുക്കുംബറിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം കുക്കുംബർ എടുത്ത് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക. ഇത് രണ്ടും ഈക്വൽ എമൗണ്ടിലാണ് എടുക്കേണ്ടത് കേട്ടോ, രണ്ടും തുല്യ അളവിൽ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടോണർ. ഇതും ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഈ ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ. അതല്ല നിങ്ങൾക്ക് ഗ്രീൻ ടീ വാട്ടർ മാത്രം മതിയെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കുക്കുംബർ ജ്യൂസ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളിതൊരു ഐസ് ട്രേയിൽ ഒഴിച്ചു വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് അടിപൊളി ഒരു ടോണറാണ്. ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനും മുഖത്തിന് നല്ല തിളക്കം നൽകാനും നിറം വയ്ക്കാനും നല്ല മിനുസം കിട്ടാനും ഒക്കെ ഈ ടോണർ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള DIY ടോണർ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ DIY സിറം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് മിൽക്ക് ക്രീമാണ്. ആരും വിഷമിക്കേണ്ട, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ കണ്ട ഇത്രത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചിട്ട് തന്നെ ഇത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചതിൻ്റെ പാലെടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് എത്രത്തോളം ആ തേങ്ങയിൽ നിന്നും പാൽ എടുക്കാമോ അത്രത്തോളം എടുക്കുക. നല്ല കട്ടിക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. നല്ലപോലെ അരിച്ചെടുക്കുക. എന്നിട്ടിത് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും അത് ഫ്രിഡ്ജിൽ ഇരിക്കണം. ഞാനിതിപ്പോൾ ഒരു ഡേ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കുമ്പോഴത്തേക്കും ഇത് നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആ മുകളിൽ ഇങ്ങനെ വന്നിരിക്കും. കണ്ടോ? അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാണ്. കണ്ടോ? നല്ല തിക്കായിട്ടൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇത് ഇരിക്കും. ഇത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ കോരിയെടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വളരെ നല്ലതാണ്, കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ചൂടുകുരു, ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്ന പ്രശ്നമാണ് ചൂടുകുരു. ഇത് ചൂടുകുരുവിന് വളരെയധികം നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ബോഡി ലോഷനായിട്ടും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഒക്കെ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വലിയവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സിറത്തിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കോക്കനട്ട് മിൽക്ക് ക്രീമാണ്. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേര ജെല്ലാണ്. ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. ഫ്രഷ് അലോവേര ജെല്ല് തന്നെ എടുക്കുക കേട്ടോ. തേർഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു 3 ബദാം തലേന്ന് രാത്രി വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്തിട്ടേക്കുക. ഇതാണ് തേർഡ് ഇൻഗ്രീഡിയൻറ്റ്. ഇനി അടുത്ത ഫോർത്ത് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വേണം. ഞാനിവിടെ ഡാബറിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതായാലും കുഴപ്പമില്ല. അടുത്തത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അലോവേരയുടെ ജെൽ എടുക്കണം. അപ്പോൾ ഞാൻ ഈ ജെൽ എടുക്കുന്ന മെത്തേഡ് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സെയിം അവിടെ അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. 2 സൈഡിലെ മുള്ള് മാറ്റിയിട്ട് ഒരു സൈഡിലുള്ള ആ പൊള്ള എടുത്ത് മാറ്റുക. എന്നിട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ജെൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അലോവേരയുടെ ജെൽ എടുക്കുക. അപ്പോൾ അലോവേര നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ്ങായിട്ടിരിക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അലോവേര വളരെയധികം നല്ലതാണ്. ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയണ്ട, മിക്കവാറും എല്ലാ വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ജെൽ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ടിലെ ഇതിൻ്റെ തൊലി കളയുക. എന്നിട്ട് ഇത് ഒരു കല്ലിൽ വെച്ചോ, നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത്, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാരണ വെള്ളമോ, ഞാനിപ്പോൾ നേരത്തെ നമ്മൾ ആ കോക്കനട്ട് മിൽക്ക് ക്രീം എടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കിടന്നില്ലേ, ആ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് അതിൻ്റെ പാലെടുക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് ആ പാലെടുക്കാമോ അത്രത്തോളം അത് നന്നായിട്ട് പ്രസ് ചെയ്ത് ആ പാലെടുക്കുക കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് നന്നായിട്ട് അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ ജെൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു ഡ്രോപ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതൊരു 10 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പൂണിലാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് ഒരെണ്ണം മതി. അത് ഒരെണ്ണം ഇതിനകത്തേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഫ്രഷ് അലോവേര ജെല്ലായതുകൊണ്ട് മിക്സ് ആവാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് സമയമെടുത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കൊച്ചു ഡപ്പയിലോ ഒക്കെ ഒഴിച്ച് സൂക്ഷിക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ലൊരു സിറമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ എൻ്റെ ഒരു പഴയ ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാലിക്കുപ്പികളുണ്ടെങ്കിൽ അത് ഏതായാലും കുഴപ്പമില്ല, അതിനകത്തേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്യാൻ ഒരു എളുപ്പമാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിറം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അണ്ടർ ഡ്രോപ്പറിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞാൻ ഫേസിലൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിൽ കണ്ടോ, അപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ക്രീമിൻ്റെ അതേ ഒരു ഫിനിഷാണ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ കണ്ടോ, അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആവും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. കണ്ടോ, ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ കിടില സിറാണ്, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.
ഇനി നമുക്ക് സ്കിൻ കെയർ റുട്ടീനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഫേസ് വാഷ്. ഇപ്പം എടുത്തിരിക്കുന്നത് പയറുപൊടിയാണ്. അപ്പോൾ അത് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഫേസ് ഒന്ന് വെള്ളം നനച്ചെടുക്കുക. വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഈ ഫേസ് വാഷ് ജസ്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ നമ്മളൊരു എങ്ങനെയാണോ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ മസാജ് ചെയ്യുക. ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. ഇപ്പോൾ സോപ്പ് നിങ്ങൾ ഫേസിൽ ഉപയോഗിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക. സോപ്പിൻ്റെ ഉപയോഗം സ്കിന്നിൽ പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ സ്കിൻ ഒരുപാട് ഡ്രൈ ആകും. അത് കാരണം നമ്മൾ ഫേസിലെങ്കിലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസിലേക്ക് ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ DIY ടോണർ എടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ടീയും കുക്കുംബർ ജ്യൂസുമാണ്. ഗ്രീൻ ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും നല്ല മിനുസം നൽകാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറ്റാനും മുഖത്തെ പാടുകൾ മാറ്റാനും നിറം വയ്ക്കാനും ഒക്കെ ഗ്രീൻ ടീ വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുക്കുംബർ ജ്യൂസാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിന്നിന് നല്ല ഗ്ലോ തരും. അപ്പോൾ ഇത് ഫേസിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് അബ്സോർബ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ DIY സിറമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫേസിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് ക്രീമാണ്. അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വരൾച്ച മാറ്റിയെടുക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും പാടുകൾ പോകാനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഓയിൽ കണ്ടൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഓയിലി സ്കിന്നിന് പറ്റുമെന്നല്ലേ. അപ്പോൾ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അത് കാരണം പിമ്പിൾസ് മാറ്റിയെടുക്കാനായിട്ട് ആണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓയിലി സ്കിൻ ഉള്ളവർക്കും പിമ്പിൾസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. ചൂടുകുരുവിൻ്റെ പ്രശ്നം ഇപ്പോൾ ഒരുപാട് പേർക്കുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം. വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും ഇത് നല്ലതാണ്. മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ച നിങ്ങൾ അടുപ്പിച്ച് ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.